ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കാറിലിട്ട് ജീവനോട് ചുട്ടുകൊന്ന വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞാണ്. എന്ത് തരം മനുഷ്യരാണ്, എന്താണ് ഇവരുടെ മെന്റാലിറ്റി എന്നൊക്കെ ആർക്കും മനസ്സിലാവാറില്ല. ഇതിനു മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടായിരുന്നു, കാമുകൻ ചതിച്ചതുകൊണ്ട് അവന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച കാമുകി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നാതരം സൈക്കോപാത്സും ക്രിമിനൽ മൈൻഡുമുള്ള ആൾക്കാരാണ്. ശരിയാണ്, ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ലോയൽറ്റി തന്നെയാണ്. രണ്ടുപേരും ലോയൽ അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകത്തുമില്ല, ഒന്നും സക്സസ്ഫുൾ ആകത്തുമില്ല. ഇപ്പോൾ ഒരാൾ ലോയൽ അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എനിക്ക് സ്നേഹമുണ്ട്, എൻ്റെ സ്നേഹം അവളെ കൊന്നായാലും അവനെ കൊന്നാലും ഞാൻ കാണിക്കുമെന്ന് പറയുന്നത് മെന്റൽ ഇൽനെസ് ആണ്, ക്രിമിനൽ മൈൻഡ് സെറ്റാണ്. തന്നോടൊപ്പം നിൽക്കാൻ ഒരാൾക്ക് ആഗ്രഹമില്ലെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിടുക. ലെറ്റ് ദം ലീവ് ദെയർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് ജീവിക്കാൻ നോക്കുക. ഇപ്പൊ ഈ ഭാര്യയെ കൊന്ന അയാൾ പറയുന്നുണ്ടായിരുന്നു, മകളുടെ കാര്യം ഓർത്തിട്ടാണ് വിഷമം. അങ്ങനെ ഒരു മകളുടെ കാര്യം അയാൾ ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇയാൾ ചെയ്യത്തില്ലായിരുന്നു. ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. വ്യക്തമായിട്ട് ഞാൻ അതിൽ കൂടുതലൊന്നും നോക്കിയിട്ടുമില്ല. എന്ത് തന്നെയായാലും ഒരാളുടെ ജീവൻ എടുക്കാനൊന്നും ഇവിടെ ആർക്കും ഒരു അവകാശവും ഇല്ല. ഇത് ചെയ്തവനെക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ്. ഈ വാർത്തയുടെ അടിയിലെ കമന്റുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അവിഹിതം നടത്താൻ പോകുന്ന ആരായാലും ഇത്തരത്തിൽ തന്നെ കൊല്ലപ്പെടണം, ഇവരൊക്കെ ഇങ്ങനെ തന്നെ തീയൊഴിച്ച് കത്തിക്കണമെന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നാളെ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മൂവ് ഓൺ തന്നെ ചെയ്യണം. അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാതെ ഒരാളുടെ ജീവൻ എടുത്ത് അല്ലെങ്കിൽ അയാളുടെ ജീവിതം നശിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതൊക്കെ പറയുന്നത് നല്ല ഒന്നാം തരം സൈക്കോ തരമാണ്. അതേ ശ്രേണിയിൽ തന്നെ വരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ.